ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ 5th മോഡ്യൂളിലെ അടുത്ത ടോപ്പിക്കാണ് പമ്പ്സ്. ഈ പമ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് 2 പമ്പ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് പമ്പും രണ്ടാമത്തെ സെൻട്രിഫ്യൂഗൽ പമ്പും. ഈ പമ്പ്സ് എന്ന് പറയുന്ന ഡിവൈസസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്പ് ഓഫ് പമ്പ്സാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പും. ബേസിക്കലി ഈ പമ്പ്സിനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്സും പിന്നെ റോട്ടോ ഡൈനാമിക് പമ്പ്സും. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്സിൽ ഒരുപാട് ടൈപ്സ് ഓഫ് പമ്പ്സ് ഉണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ടൈപ്പ് ഓഫ് പമ്പാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അതുപോലെ തന്നെ റോട്ടോ ഡൈനാമിക് പമ്പ്സിനും ഒരുപാട് ടൈപ്സ് ഓഫ് പമ്പ്സ് അതിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പമ്പാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് പമ്പ്സാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്, സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഈ വീഡിയോ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ പറ്റിയായിരിക്കും പഠിക്കുന്നത്. ഇനി എന്താണ് ഈ പമ്പ് എന്ന ഡിവൈസ്? ഈ പമ്പ് എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഫങ്ഷൻ എന്താണ്? നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ പമ്പ് കാണും. ആ പമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കിണറിൽ നിന്നും വെള്ളത്തിനെ പമ്പ് ചെയ്ത് കെട്ടിടത്തിൻ്റെ മുകളിലുള്ള, നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ ടെറസിലുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാൻ, അതിനു വേണ്ടിയാണ് പമ്പുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ആക്ച്വലി ഈ പമ്പ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. പമ്പ്സിൻ്റെ ബേസിക് ഫങ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഫ്ലൂയിഡിന്, അതായത് ലിക്വിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് പമ്പ് എന്ന് പറയുന്നത്. ലിക്വിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് പമ്പ് എന്ന് പറയുന്നത്. ഇതിപ്പം ലിക്വിഡിന് പകരം എയറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ കംപ്രസർ എന്നാണ് പറയുന്നത്. കംപ്രസർ എന്ന ഡിവൈസിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റി കണ്ടു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കംപ്രസർ എന്ന ഡിവൈസിനെ പറ്റി നമ്മൾ പഠിച്ചില്ല. കഴിഞ്ഞ സിലബസിൽ കംപ്രസർ ഒരു മെയിൻ ടോപ്പിക്കായിരുന്നു. പക്ഷേ നമ്മുടെ പുതിയ സിലബസിൽ കംപ്രസർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ റിമൂവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് കംപ്രസറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല. അപ്പം എയർ എന്ന ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഫ്ലൂയിഡിനെ അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് കംപ്രസർ എന്ന് പറയുന്നത്. അതേസമയം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് പമ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പമ്പ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഈ പ്രഷർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ആണ് നമ്മൾ വെള്ളത്തിനെ പമ്പ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളത്തിനെ ഒരു സെർട്ടൺ ഹൈറ്റിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ പമ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ കിണറാണോ ഉപയോഗിക്കുന്നതെങ്കിൽ കിണറിൽ, അതായത് ഒരു ലോവർ ലെവലിലുള്ള സമ്പിൽ നിന്നും വെള്ളത്തിനെ ഒരു ഹയർ ലെവലിലോട്ട് അല്ലെങ്കിൽ ഹയർ ഹൈറ്റിലോട്ട് എത്തിക്കുക. അപ്പോൾ അത് എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്താണ് ഹയർ ലെവലിലോട്ട് അല്ലെങ്കിൽ വലിയ കൂടിയ ഹൈറ്റിലോട്ട് ആ വെള്ളത്തിനെ എത്തിക്കുന്നത്. അപ്പം അങ്ങനെ വാട്ടറിനെ അല്ലെങ്കിൽ ലിക്വിഡിനെ, അപ്പം ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആവാം, അല്ലെങ്കിൽ ഓയിലാവാം, അല്ലെങ്കിൽ ഇപ്പം കെറോസിനോ ഡീസലോ ആവാം, അല്ലെങ്കിൽ ഈവൻ സീവേജ് വാട്ടറും ആവാം, ഓടയിൽ വെള്ളം സീവേജ് വാട്ടർ വരെ ആവാം. അപ്പം അങ്ങനെ ലിക്വിഡ് ഫോമിലുള്ള ഇതിനെ ഫ്ലൂയിഡിനെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഹയർ ഹൈറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് പമ്പ് എന്ന് പറയുന്നത്. അപ്പം ഹയർ ഹൈറ്റിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്താണ്, ലിക്വിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്താണ് ഹയർ ഹൈറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്ന പമ്പിൻ്റെ വർക്കിംഗ് ആണ് പഠിക്കാനുള്ളത്. ഇത് എക്സാമിന് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് എക്സാമിന് ചോദിക്കാം. അതല്ല എങ്കിൽ എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്നുമാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയുമ്പോഴും നമുക്ക് സിലബസിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പമ്പേ പഠിക്കാനുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ വർക്കിംഗ് എഴുതാൻ പറഞ്ഞാലും റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് എഴുതിയാൽ മതി. അപ്പോൾ ആ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ഫിഗറാണ്. ഈ ഫിഗർ 10 മാർക്സിൽ ഈ ഫിഗർ മാത്രം വരച്ച് ഈ കമ്പോണൻറ്റ്സ്, ഈ പാർട്സുകൾ മാർക്ക് ചെയ്താൽ ഓൾമോസ്റ്റ് 4 മാർക്സ് കിട്ടും. ബാക്കി 6 മാർക്സിനുള്ള എക്സ്പ്ലനേഷൻ മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഇതിൻ്റെ വർക്കിംഗ് എന്താണോ അത് സിമ്പിൾ സെൻറ്റൻസിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതിൻ്റെ നോട്ട്സ് ഞാൻ സെപ്പറേറ്റ് തരാം. ബെഞ്ചമിനിൽ വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. അതിനേക്കാളും സിമ്പിളായിട്ടുള്ള നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അത് മാത്രം എക്സാമിന് പഠിച്ചുകൊണ്ട് എഴുതിയാൽ മതി. വളരെ സിമ്പിൾ സെൻറ്റൻസിൽ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ്, ഈ കാണുന്നതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ പാർട്സൊക്കെ ഓരോന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം വർക്കിംഗ് മനസ്സിലാവും.
ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് അല്ലെങ്കിൽ സെക്ഷൻ എന്ന് പറഞ്ഞത് ഈ കാണുന്ന സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ആണ്. ഇതാണ് സിലിണ്ടർ. ആ സിലിണ്ടറിൻ്റെ അകത്തൊരു പിസ്റ്റനുണ്ട്. ആ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ അകത്ത് കിടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യും. നമ്മൾ IC എൻജിൻസിലൊക്കെ കണ്ടുപോലത്തെ അതേ ഒരു അറേഞ്ച്മെൻറ്റാണ്. അതുപോലത്തെ പക്ഷേ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത ഒരു അറേഞ്ച്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. സിലിണ്ടറിൻ്റെ അകത്തായിരിക്കും പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ കാണുന്നതാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. സക്ഷൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കിണർ ആണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നതെങ്കിൽ കിണറ്റിൻ്റെ അകത്തോട്ട് പോകുന്ന ആ പൈപ്പിനെയാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. അതായത് ലോവർ ലെവലിലുള്ള വെള്ളം അതായത് ലോവർ ലെവലിലുള്ള വാട്ടർ അതിലേക്ക് പോകുന്ന പൈപ്പിനെയാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. ഇത് സംഭവം ഉദ്ദേശിക്കുന്ന റിസർവോയർ വാട്ടർ, ഒരു ലോവർ ലെവലിലുള്ള ഒരു വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ലിക്വിഡിൻ്റെ ആ ഒരു റിസർവോയറിനെയാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്ന പൈപ്പിനെയാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. ആ സക്ഷൻ പൈപ്പും സിലിണ്ടറും ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് സക്ഷൻ വാൾവ് ഉള്ളത്. അതായത് സക്ഷൻ വാൾവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കണക്ഷൻ, വെള്ളം പോകുന്ന ആ കണക്ഷൻ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാൾവ്, അതാണ് സക്ഷൻ വാൾവ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത്. ഇത് സക്ഷൻ പൈപ്പ് ആണെങ്കിൽ ഇത് ഡെലിവറി പൈപ്പ്. ഡെലിവറി പൈപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ ഹയർ ലെവലിലോട്ട് എത്തിക്കാനുള്ള ആ ഒരു പൈപ്പിനെയാണ് ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത്. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഹയർ ഹൈറ്റിലോട്ട് വെള്ളത്തിനെ എത്തിക്കുന്ന ആ പൈപ്പിനെയാണ് ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത്. ഈ ഡെലിവറി പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം വീട്ടിലെ കേസ് എടുക്കുകയാണെങ്കിൽ 2 നില കെട്ടിടത്തിൻ്റെ മണ്ടയിലോട്ട് മുകളിലോട്ട് ടെറസിലായിരിക്കും ടാങ്ക് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്ന ആ ടാങ്കിലേക്ക് പോകുന്ന ഈ പമ്പിൽ നിന്നും ടാങ്കിലേക്ക് പോകുന്ന ആ കണക്ഷൻ, ആ പൈപ്പ് ലൈനിനെയാണ് ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത്. ഈ ഡെലിവറി പൈപ്പും ഈ സിലിണ്ടർ ആ ഒരു പോർഷനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിരിക്കും ഈ ഡെലിവറി വാൾവ് ഉള്ളത്. ഈ ഡെലിവറി വാൾവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഡെലിവറി പൈപ്പിലേക്കുള്ള ആ കണക്ഷൻ അത് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും അതിനു വേണ്ടിയാണ് ഈ ഡെലിവറി വാൾവ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ പിസ്റ്റണിനോട് ചേർന്ന് തന്നെ പിസ്റ്റൺ റോഡുണ്ട്, കണക്റ്റിംഗ് റോഡുണ്ട്, ക്രാങ്ക് ഉണ്ട്. നമ്മുടെ IC എൻജിൻസിലും ഈ ഒരു കമ്പോണൻസ് ഒക്കെ ഉണ്ട്. പിസ്റ്റൺ റോഡുണ്ട്, കണക്റ്റിംഗ് റോഡുണ്ട്, ക്രാങ്ക് ഉണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യപ്പം, ഈ ക്രാങ്ക് എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റ് റൊട്ടേറ്റ് ചെയ്യപ്പം ആ റോട്ടറി മോഷനെ റെസിപ്രോക്കേറ്റീവ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കണക്റ്റിംഗ് റോഡും പിസ്റ്റൺ റോഡും ഒക്കെ ഉള്ളത്. നമ്മുടെ IC എൻജിൻസിലെ പോലെ തന്നെ ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിലുള്ളത്. ഈ റോട്ടറി മോഷനെ അത് റെസിപ്രോക്കേറ്റീവ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കണക്റ്റിംഗ് റോഡും പിസ്റ്റൺ റോഡും ഒക്കെ ഉള്ളത്. നമ്മുടെ വീട്ടിലെ കാര്യം എടുക്കുക. ഈ വീട്ടിൽ നമ്മൾ ചില ആൾക്കാർ പറയും പമ്പ് ഓൺ ചെയ്യ് എന്ന് ചില ആൾക്കാർ പറയും. വേറെ ചില ആൾക്കാരാണെങ്കിൽ മോട്ടർ ഓൺ ചെയ്യ് എന്ന് പറയും. ആക്ച്വലി നമ്മൾ എന്താണ് ഓൺ ചെയ്യുന്നത്, മോട്ടറാണോ പമ്പാണോ? ബേസിക്കലി ഈ മോട്ടറും പമ്പും രണ്ടും രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ഡിവൈസാണെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മോട്ടറാണോ ഓൺ ആവുന്നത് അതോ പമ്പാണോ ഓൺ ആവുന്നത്? ആക്ച്വലി ഓൺ ആവുന്നത് മോട്ടറാണ്. ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സെൻട്രിഫ്യൂഗൽ പമ്പായിരുന്നാലും, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പമ്പ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ പമ്പാണ്. അപ്പോൾ ആ പമ്പായിരുന്നാലും സെൻട്രിഫ്യൂഗൽ പമ്പായിരുന്നാലും റെസിപ്രോക്കേറ്റിംഗ് പമ്പായിരുന്നാലും ആ പമ്പിൻ്റെ കൂടെ, രണ്ട് പമ്പിൻ്റെ കൂടെയും ഒരു മോട്ടർ കാണും. ആ മോട്ടർ ഉപയോഗിച്ചാണ് ഈ പമ്പിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അതായത് മോട്ടർ ഓൺ ചെയ്യുമ്പോൾ അതാണ് ആക്ച്വലി ഈ പവർ സപ്ലൈ, അതായത് ഇലക്ട്രിസിറ്റിയെ കൺസ്യൂം ചെയ്യുന്നത് ആ മോട്ടറാണ്. ആ മോട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു റോട്ടറി മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് റോട്ടറി മോഷൻ കൺവേർട്ട് ചെയ്യുക, മെക്കാനിക്കൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് മെക്കാനിക്കൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനുള്ള ഡിവൈസാണ് മോട്ടർ എന്ന് പറയുന്നത്. ഈ മെക്കാനിക്കൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു റോട്ടറി മോഷനാണ് ഈ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ റോട്ടറി മോഷനാണ് ഈ ക്രാങ്ക് എന്ന് പറയുന്ന ഡിവൈസിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മോട്ടർ ഈ ക്രാങ്കിലോട്ട് കണക്ട് ചെയ്ത് മോട്ടർ ഓൺ ചെയ്യുമ്പോഴേക്കും മോട്ടർ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷനാണ് ഈ ക്രാങ്കിലോട്ട് എത്തുന്നത്. അപ്പം ക്രാങ്കും റൊട്ടേറ്റ് ചെയ്യും. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഈ റെസിപ്രോക്കേറ്റീവ് മോഷൻ ഇവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പമ്പ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ തന്നെ സ്വിച്ച് ഓൺ ചെയ്യപ്പം അവിടെ വർക്ക് ചെയ്യുന്നത്, അവിടെ സ്റ്റാർട്ട് ആവുന്നത് ആക്ച്വലി മോട്ടറാണ്. ആ മോട്ടറാണ് ഈ പമ്പിനെ ഡ്രൈവ് ചെയ്യുന്നത്. അതായത് പമ്പിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഈ മോട്ടറാണ്. അപ്പോൾ അതൊരു AC മോട്ടറായിരിക്കും. വീട്ടിൽ AC കറണ്ട് വരുന്നതുള്ളതുകൊണ്ട് മിക്കവാറും AC മോട്ടറായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പം AC മോട്ടർ ഓൺ ആവും. ആ AC മോട്ടറാണ്, ആ മോട്ടോറാണ് ഈ പമ്പിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് ഈ ക്രാങ്ക് വഴി കണക്റ്റിംഗ് റോഡ് വഴി പിസ്റ്റൺ റോഡിലോട്ട് എത്തുമ്പോൾ ആ പവറാണ് ഈ റോട്ടറി മോഷൻ. മോട്ടോർ കറങ്ങി ആ റോട്ടറി മോഷൻ ക്രാങ്ക് വഴി കണക്റ്റിംഗ് റോഡ് വഴി പിസ്റ്റൺ റോഡിലോട്ട് എത്തുമ്പോഴാണ് അത് റെസിപ്രോക്കേറ്റീവ് മോഷനായിട്ട് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ ഈ മോട്ടറും പമ്പും കൂടെ ചേർന്ന് അത് ഒറ്റ കൺസ്ട്രക്ഷനായിട്ടായിരിക്കും നമ്മുടെ അവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അല്ലാതെ മോട്ടർ അങ്ങ് ദൂരെ ഒരു ഡിവൈസ് ആയിരിക്കും, പമ്പ് വേറൊരു അറ്റത്ത് വേറൊരു ഡിവൈസ് ആയിരിക്കും, അങ്ങനെയല്ല. രണ്ടും ഒരുമിച്ച് ക്ലോസ് ആയിട്ട് രണ്ടും കൂടെ കപ്പിൾ ചെയ്ത് കണക്ട് ചെയ്ത് ജോയിൻ ചെയ്താണ് വെച്ചിട്ടുള്ളത്, മോട്ടറും പമ്പും കൂടെ.
അപ്പോൾ നമ്മൾ ചെന്ന് മോട്ടർ ഓൺ ചെയ്യുമ്പം കൂടെ പമ്പും കൂടെ വർക്കായി തുടങ്ങും. മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ പമ്പും കൂടെ അങ്ങ് വർക്കായി തുടങ്ങും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പിസ്റ്റൺ ഇതിൻ്റെ അകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം പിസ്റ്റൺ നമുക്ക് കൺസിഡർ ചെയ്യാം. പിസ്റ്റൺ ആദ്യം ഈ ലെഫ്റ്റ് എൻഡിലായിരിക്കും. ഇത് ലെഫ്റ്റ് എൻഡ് എന്ന് പറയാം, ഇത് റൈറ്റ് എൻഡ് എന്ന് പറയാം. അതായത് പിസ്റ്റൺ റൈറ്റിലോട്ട് മൂവ് ചെയ്താൽ ഈ എൻഡ് വരെ ആയിരിക്കും മാക്സിമം വരുന്നത്, ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്താൽ ഈ എൻഡ് വരെ ആയിരിക്കും മാക്സിമം വരുന്നത്. അപ്പോൾ ഈ പിസ്റ്റൺ ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരു വാക്യൂം ക്രിയേറ്റ് ആവും, അതായത് ഒരു സക്ഷൻ ക്രിയേറ്റ് ആവും എന്നർത്ഥം. പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് സിലിണ്ടറിൻ്റെ അകത്ത് ഒരു വാക്യൂം ക്രിയേറ്റ് ആവും, അല്ലെങ്കിൽ സക്ഷൻ ക്രിയേറ്റ് ആവും. ആ സക്ഷൻ ക്രിയേറ്റ് ആവുന്നത് മൂലം സമ്പിൽ നിന്ന് വാട്ടർ ഈ സക്ഷൻ പൈപ്പ് വഴി കയറി ഈ സിലിണ്ടറിൻ്റെ അകത്തേക്ക് എത്തും. കാരണം ഇതിൻ്റെ അകത്ത് വാക്യൂം ആണല്ലോ ഫോം ചെയ്യുന്നത്, അതായത് സക്ഷനാണ് ഫോം ചെയ്യുന്നത്. പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് സക്ഷൻ ഫോം ചെയ്യും. ആ സക്ഷൻ ഫോം ചെയ്യുന്നത് കാരണം ഈ സമ്പിൽ നിന്ന് വാട്ടർ ഈ സക്ഷൻ പൈപ്പ് വഴി സിലിണ്ടറിൻ്റെ അകത്തോട്ടെത്തും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാണുന്ന സക്ഷൻ വാൾവാണ്. ഈ സക്ഷൻ വാൾവ് ആയിരുന്നാലും ഡെലിവറി വാൾവ് ആയിരുന്നാലും അത് രണ്ടും ഒരു നോൺ റിട്ടേൺ വാൾവ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്ന വാൾവാണ്. നോൺ റിട്ടേൺ വാൾവ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലോട്ടേ അത് ഫ്ലോ പെർമിറ്റ് ചെയ്യത്തുള്ളൂ, തിരിച്ച് ഫ്ലോ പെർമിറ്റ് ചെയ്യത്തില്ല. അതായത് ഇവിടെ സക്ഷൻ വാൾവിൻ്റെ വർക്കിംഗ് നോക്കുക. ഈ വരച്ചിരിക്കുന്ന ആ ഒരു സംഭവം തന്നെ കണ്ടാൽ അറിയാം, ഇതൊരു ലിഡ് പോലെയാണ്. അതായത് ഒരു അടപ്പ് പോലെയാണ് ഇതിവിടെ ഇരിക്കുന്നത്. ഈ വെള്ളം ഇതുവഴി റേസായി ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചിറങ്ങാൻ നോക്കിയാൽ തിരിച്ച് ഇറങ്ങത്തില്ല. കാരണം അത് ഈ അടപ്പ് കൊണ്ട് ഇവിടെ അങ്ങ് അടയും, ഈ ലിഡ് കൊണ്ട് അവിടെ ക്ലോസ് ആവും. അതായത് ഈ കയറിയ വെള്ളം പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല, ഈ സക്ഷൻ പൈപ്പ് വഴി തിരിച്ചിറങ്ങത്തില്ല. കാരണം ഈ സക്ഷൻ വാൾവ് കയറിയും അടയും, ഇവിടെ ക്ലോസ് ആണ്. നിങ്ങൾ ഫിഗർ കാണാൻ തന്നെ അറിയാം. ഈ കയറിയ വെള്ളം തിരിച്ചിറങ്ങാൻ നോക്കുകയാണെങ്കിൽ ഈ അടപ്പ് ഈ ലിഡ് കൊണ്ടങ്ങ് ബ്ലോക്ക് ആവുകയും ആ വാൾവ് കയറിയും ക്ലോസ് ആവുകയും ചെയ്യും. അത് കാരണം വെള്ളം തിരിച്ചിറങ്ങത്തില്ല. അതുകൊണ്ടാണ് അതിനെ നോൺ റിട്ടേൺ വാൾവ് എന്ന് പറയുന്നത്. നോൺ റിട്ടേൺ വാൾവ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലോട്ടേ അത് ഫ്ലൂയിഡ് ഫ്ലോ പെർമിറ്റ് ചെയ്യത്തുള്ളൂ, തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഫ്ലോ പെർമിറ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് വാൾവിനെയാണ് നോൺ റിട്ടേൺ വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സക്ഷൻ വാൾവ് എന്ന് പറയുന്നത് ഒരു നോൺ റിട്ടേൺ വാൾവാണ്. വെള്ളം കയറുക, അതായത് മുകളിലോട്ട് ഉള്ള ആ ഡയറക്ഷനിൽ മാത്രമേ വെള്ളം മൂവ് ചെയ്യത്തുള്ളൂ, തിരിച്ച് വെള്ളം ഈ വഴി ഇറങ്ങത്തില്ല, ഈ വാൾവ് വഴി ഇറങ്ങത്തില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പിസ്റ്റൺ ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊരു സക്ഷൻ ക്രിയേറ്റ് ആവും, അതായത് ഒരു വാക്യൂം ക്രിയേറ്റ് ആവും. അത് കാരണം ഈ സമ്പ് വഴി ഈ സക്ഷൻ പൈപ്പിലൂടെ വെള്ളം ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ സമ്പിൽ നിന്ന് ഈ പൈപ്പ് വഴി സക്ഷൻ പൈപ്പ് വഴി കയറിയ വാട്ടർ ഇതിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് റൈറ്റിൽ നിന്ന് ഈ പിസ്റ്റൺ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ, ഇതിൻ്റെ അകത്തുള്ള വാട്ടറിൻ്റെ പ്രഷർ ഇൻക്രീസ് ആവും. പ്രഷർ ഇൻക്രീസായി ഈ വെള്ളത്തിന് പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോകണം. അതിനൊരിക്കലും ഈ സക്ഷൻ വാൾവ് വഴി തിരിച്ച് സക്ഷൻ പൈപ്പിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാം, പിന്നെ അതിന് പുറത്തോട്ട് പോകാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ ഈ ഡെലിവറി പൈപ്പ് വഴിയാണ്. അതായത് ഇങ്ങനെ ഈ പിസ്റ്റൺ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഇവിടെയുള്ള വാട്ടറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും അത് പുഷ് ചെയ്ത് ഈ ഡെലിവറി വാൾവിന് ഓപ്പൺ ആക്കുകയും ചെയ്യും. അത് തന്നെ പുഷ് ചെയ്ത് ഡെലിവറി വാൾവിന് ഓപ്പൺ ആക്കിക്കോളും. അത് ഓപ്പൺ ആക്കി അത് ഡെലിവറി പൈപ്പിലൂടെ മുകളിലോട്ട് കയറും. ഈ മുകളിലോട്ട് കയറിയ വെള്ളം പിന്നെ പിസ്റ്റൺ തിരിച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് തിരിച്ചിറങ്ങത്തില്ല. കാരണം തിരിച്ചിറങ്ങത്തില്ല എന്ന് പറയാൻ കാര്യം, അത് ഈ ലിഡ് എന്ന് കാണുന്ന ഈ ഡെലിവറി വാൾവിൻ്റെ ലിഡ് ഇതങ്ങ് കയറി ക്ലോസ് ആവും. താഴോട്ട് ഇറങ്ങാൻ നോക്കിയാൽ ഇതും അങ്ങ് കയറി ക്ലോസ് ആവും, അത് കയറി ബ്ലോക്ക് ആവും. അതായത് ഈ ഡെലിവറി വാൾവും ഒരു നോൺ റിട്ടേൺ വാൾവാണ്. അതും മുകളിലോട്ടുള്ള ഡയറക്ഷനിൽ മാത്രമേ ഫ്ലൂയിഡിനെ ഫ്ലോ ചെയ്യുന്ന പെർമിറ്റ് ചെയ്യത്തുള്ളൂ, തിരിച്ച് ഇറങ്ങാനായിട്ട് അത് പെർമിറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അതിനെ നോൺ റിട്ടേൺ വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ പിസ്റ്റൺ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള സിലിണ്ടറിൻ്റെ അകത്തുള്ള വാട്ടറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും അത് ഡെലിവറി വാൾവിനെ പുഷ് ചെയ്ത് അത് ഡെലിവറി പൈപ്പിലോട്ട് കയറുകയും ചെയ്യും. കയറി കഴിഞ്ഞ് പിസ്റ്റൺ അപ്പോഴത്തേക്കും ലെഫ്റ്റ് എൻഡിലോട്ട് എത്തും. പിന്നെ അത് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊരു സക്ഷൻ ഫോം ചെയ്യും. കാരണം ഇതിൻ്റെ ഈ ഡെലിവറി പൈപ്പിലൂടെ കയറിയ വാട്ടർ ഒരിക്കലും തിരിച്ചിറങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു സക്ഷൻ ക്രിയേറ്റ് ആവും, വാക്യൂം ക്രിയേറ്റ് ആവും. അത് കാരണം വീണ്ടും സമ്പിൽ നിന്ന് വെള്ളം മുകളിലോട്ട് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലോട്ട് എത്തിക്കൊണ്ടിരിക്കും. അതിനെ പിന്നെയും അത് പുഷ് ചെയ്യും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്ത് അത് വീണ്ടും ഡെലിവറി വാൾവിനെ പുഷ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഈ ഡെലിവറി പൈപ്പിലോട്ട് മുകളിലോട്ട് കയറും.
അങ്ങനെ മുകളിലോട്ട് കയറി ഒരു സെർട്ടൺ ഹൈറ്റിലോട്ട്, എത്ര ഹൈറ്റ് നമുക്ക് ഏത് ഹൈറ്റിലോട്ടാണോ വേണ്ടത് ആ ഹൈറ്റിലോട്ട് കയറി മുകളിലുള്ള ടാങ്ക് അതിങ്ങനെ ടാങ്കിലോട്ട് ഈ വെള്ളം എത്തിക്കൊണ്ടിരിക്കും, ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ്, ഈ റെസിപ്രോക്കേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിലാണ്, വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ മോട്ടർ മേ ബി ഒരു 5000 അല്ലെങ്കിൽ 6000 RPM ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നേക്കട കൊണ്ട് കാണാനേ ഒക്കത്തില്ല. അപ്പോൾ അത്രയും ഇവിടെ 6000 RPM ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയും റെസിപ്രോക്കേഷൻ മോഷൻ ഇവിടെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. വളരെ നിർത്താതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കും, വളരെ ഫാസ്റ്റ് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ഒന്നും നമുക്ക് കാണാനേ ഒക്കത്തില്ല. ഡെലിവറി എപ്പോഴും ഇതിൻ്റെ വാട്ടർ പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഡെലിവറി വാൾവിൽ കൂടെ എപ്പോഴും പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ഇതിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ ഫാസ്റ്റ് നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തൂടെ ഡെലിവറി പൈപ്പിലൂടെ വെള്ളം പ്രഷർ ഇൻക്രീസ് ചെയ്ത് കയറി ഏത് ഹൈറ്റിലോട്ടാണോ എത്തുന്നത് ആ ഹൈറ്റ് വരെ എത്താനായിട്ട് സാധിക്കും. ഇൻഫിനിറ്റായിട്ട് എത്ര ഹൈറ്റ് വേണോ എത്താം എന്നതിന് മീനിങ് ഇല്ല. പക്ഷേ ഒരു നല്ല ഒരു ഹൈറ്റിലേക്ക് തന്നെ ഇതിലെ വാട്ടർ ഹൈ പ്രഷർ കൊടുത്ത് വാട്ടറിനെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. വാട്ടർ ആയിരുന്നാലും ഓയിലായിരുന്നാലും അല്ല വേറെ എന്തെങ്കിലും ലിക്വിഡ് ഫോമിലുള്ള ഫ്ലൂയിഡ് ആയിരുന്നാലും ഏതിന് വേണോ നമുക്കിത് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് സക്ഷനും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഡെലിവറി ആയിരിക്കും നടക്കുന്നത്. വെള്ളം ഡെലിവറി പൈപ്പിലോട്ട് വെള്ളം കയറുക എന്ന പ്രോസസ്സായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ അറേഞ്ച്മെൻറ്റ് ബേസ് ചെയ്താണ് ഞാൻ ഈ ആരോ കൊടുത്തിട്ട് സക്ഷൻ എന്നും ഡെലിവറി എന്നും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ സക്ഷൻ ആയിരിക്കും നടക്കുന്നത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡെലിവറി ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പമ്പെന്ന് പറഞ്ഞാൽ ആക്ച്വലി റെസിപ്രോക്കേറ്റിംഗ് പമ്പല്ല, അത് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റി പഠിക്കുകയുള്ളൂ. അപ്പം സെൻട്രിഫ്യൂഗൽ പമ്പാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉപയോഗിക്കാറില്ല. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൂടിയ ഹൈറ്റിലേക്ക്, വളരെ നല്ല ഹൈറ്റിലേക്ക് വെള്ളത്തിനെ പമ്പ് ചെയ്ത് കയറ്റണമെങ്കിൽ, പ്രഷർ ഇൻക്രീസ് ചെയ്ത് വളരെ ഹൈ ഹൈറ്റിലേക്ക് വെള്ളത്തിനെ എത്തിക്കണമെങ്കിലാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സാധാരണ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ എന്നൊക്കെ പറയുമ്പോൾ മേ ബി 1ാമത്തെ നില അല്ലെങ്കിൽ 2ാമത്തെ നിലയിലോട്ട് മാത്രം വെള്ളത്തിന് എത്തിച്ചാൽ മതി. അതിനാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സാധാരണ ഉപയോഗിക്കുന്നത് ഈ അപ്പാർട്ട്മെൻറ്റുകൾ, ഒരു 8-10 നില ഹൈറ്റുള്ള അപ്പാർട്ട്മെൻറ്റ്, അത്രയും ഹൈറ്റിലോട്ടൊക്കെ വെള്ളം എത്തിക്കണമെങ്കിൽ അത് സെൻട്രിഫ്യൂഗൽ പമ്പ് വെച്ച് സാധിക്കത്തില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് സാധാരണ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് യൂസ് ചെയ്യുന്നത്. അതായത് വളരെ ഹൈ ഹൈറ്റിലോട്ട് വെള്ളത്തിനെ പമ്പ് ചെയ്ത് കയറ്റണമെങ്കിൽ, വളരെ ഹൈ ഹൈറ്റിലോട്ട് വെള്ളത്തിനെ എത്തിക്കണമെങ്കിലാണ് എന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പൾസേറ്റിംഗ് ആയിരിക്കും. ഡിസ്ചാർജ് എന്താണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? ഡിസ്ചാർജ് എന്ന വാക്കിൻ്റെ അർത്ഥം, ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ഡെലിവറി പൈപ്പ് വഴി വെള്ളം മുകളിലോട്ട് എത്തുന്ന അതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളം പുറത്തോട്ട് ഡെലിവറി പൈപ്പ് വഴി പുറത്തോട്ട് വരുന്ന അതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു പൾസേറ്റിംഗ് ആയിരിക്കും. പൾസേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിട്ടായിരിക്കും അതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതിന് റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഇത് വളരെ സ്പീഡിലാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക് ചെയ്യുന്നത്. നോർമലി വർക്ക് ചെയ്യുന്നത് വളരെ സ്പീഡിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ പൾസേറ്റിംഗ് ആയിട്ടുള്ളത് നമുക്കങ്ങനെ വിസിബിളായിട്ട് നേക്കഡ് ആയതുകൊണ്ടൊന്നും കാണാനൊക്കത്തില്ല. പക്ഷേ തിയറിറ്റിക്കലി പറയുമ്പോൾ ഇതിൻ്റെ ഡിസ്ചാർജ് പൾസേറ്റിംഗ് ആണെന്ന് പറയാം. പൾസേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിട്ടാണ് ഇതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നമ്മൾ നോക്കുക, ഇത് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിസ്ചാർജ് ഒന്നും നടക്കുന്നില്ല, ഡെലിവറി ഒന്നും നടക്കുന്നില്ല. ഇതിൻ്റെ ഡെലിവറി നടക്കുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ പിസ്റ്റൺ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇതിൻ്റെ ഡിസ്ചാർജ് അവിടെ നടക്കുന്നത്. അതായത് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ വെള്ളത്തിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. കാരണം പിസ്റ്റൺ ഒരു സ്ട്രോക്ക്, ഇതിൻ്റെ 2 സ്ട്രോക്ക് ഉണ്ടെങ്കിൽ അതിൽ ഒരു സ്ട്രോക്കിൽ മാത്രമേ ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഡിസ്ചാർജ് എന്നുള്ളത് കണ്ടിന്യൂസ് അല്ല, പൾസേറ്റിംഗ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് വിട്ടാണ് ഇതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പക്ഷേ സെൻട്രിഫ്യൂഗൽ പമ്പിനാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ടാണ് അതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നിർത്തുകയോ അല്ലെങ്കിൽ ഇടയ്ക്കൊരു ബ്രേക്കോ ഒന്നും ഉണ്ടാകുന്നില്ല. നേക്കഡ് ആയതുകൊണ്ട് കാണാനൊക്കുന്നില്ല എങ്കിൽ പോലും ഇവിടെ തിയറിറ്റിക്കലി പറയുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്താണ് ഇതിൻ്റെ ഡെലിവറി വരുന്നത്. പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുക, അതായത് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഡെലിവറി ഒന്നുമില്ല, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡിസ്ചാർജിനെ പൾസേറ്റിംഗ് എന്ന് പറയും. തിയറിറ്റിക്കലി അതിൻ്റെ ഡിസ്ചാർജിനെ പൾസേറ്റിംഗ് എന്ന് പറയും.
ബേസിക്കലി റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പുമായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അത് മേ ബി 4-5 മാർക്സിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പഠിക്കും. അടുത്ത വീഡിയോ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റി പഠിച്ചിട്ട് അതിൻ്റെ അടുത്ത വീഡിയോയിൽ, അതും കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലായിരിക്കും നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിന് തുടക്കമായിട്ട് ഈ പൾസേറ്റിങ്ങിൻ്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് ഡിഫറൻസസ് നമുക്ക് സിമ്പിളായിട്ടുള്ള ഡിഫറൻസൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഐസി എഞ്ചിൻ്റെ അതുപോലത്തെ ഒരു കൺസെപ്റ്റാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്. ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇതിൻ്റെ അകത്ത് ഈ സിലിണ്ടറിൻ്റെ അകത്തുള്ള വെള്ളത്തിനെ അത് പുഷ് ചെയ്ത് പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഡെലിവറി വാൾവ് വഴി മുകളിലോട്ട് കയറ്റുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഹയർ ഹൈറ്റിലോട്ട് വെള്ളത്തിന് എത്തിക്കുന്നത്. ഇതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് റോട്ടോഡൈനാമിക് പമ്പിൽ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പമ്പിനെ പറ്റി പഠിക്കാം. അത് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.